കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അഞ്ചാമത്തെ മൊഴി. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 28 വാക്യം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. തിരുവെഴുത്ത് നിവൃത്തിയാകുമണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന അഞ്ചാമത്തെ മൊഴി 3 മണിക്കൂർ നീണ്ട അന്ധകാരത്തിന് ശേഷം പ്രകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് പറയുന്ന മൊഴിയാണ്. തൻ്റെ ശാരീരികമായ അവസ്ഥകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു മൊഴിയായിട്ടാണ് ഇതിൻ്റെ പുറമെയുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ യോഹന്നാൻ അത് രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ ഇപ്രകാരം പറയുന്നുണ്ട്: യേശുവിന് ദാഹിച്ചിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നല്ല, പകരം പ്രവചനങ്ങൾ നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ, വേദപുസ്തക അടിസ്ഥാനത്തിൽ അഞ്ചാമത്തെ മൊഴി നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത തിരുവെഴുത്തുകളുടെ നിവൃത്തീകരണത്തിനായിട്ടാണ് അഞ്ചാമത്തെ മൊഴി കർത്താവ് പറഞ്ഞത്. പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അഞ്ചാമത്തെ മൊഴിയിലൂടെ കർത്താവ് പ്രഖ്യാപിക്കുന്നത്. സങ്കീർത്തനം 69 അധ്യായം 21 വാക്യത്തിൽ എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന് വചനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 22:15 എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നുവെന്നും മസിഹ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ സങ്കീർത്തന ഭാഗങ്ങളെല്ലാം നമ്മോട് പറയുന്നത് പഴയ നിയമ പ്രവചന നിവൃത്തീകരണമാണ്. ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. കഠിനമായ വേദനയിലാണ് കർത്താവ് ആയിരിക്കുന്നത്. ക്ഷീണം നന്നേ കർത്താവിനെ വലയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂശിൽ പല ഇടങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ തൻ്റെ ശരീരത്തിൽ കടന്നു വന്ന മുറിവിലൂടെ രക്തം വാർന്നൊഴുകുന്നുണ്ട്. ഈ വേദനയും പ്രയാസവും കഷ്ടതയും എല്ലാം കർത്താവ് സഹിക്കുമ്പോഴും പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ് കർത്താവ് ശ്രദ്ധിക്കുന്നു എന്നാണ്. തൻ്റെ ശരീരം നുറുങ്ങുമ്പോഴും വേദനിക്കുമ്പോഴും മരണം മുഖാമുഖം കാണുമ്പോഴും പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം, ഇന്നലകളിൽ പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച പ്രവചനങ്ങൾ, അതിൻ്റെ എല്ലാം പൂർത്തീകരണം തന്നിലൂടെ നിർവഹിക്കപ്പെടണം. തന്നെ ഈ ഭൂമിയിൽ അയച്ചതിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും സഫലമായി തീരണം. വളരെ വ്യക്തതയോടെ, വളരെ കൃത്യമായി പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ക്രൂശിൽ കർത്താവ് പറയുന്ന മൊഴി അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണം ആണ്. രണ്ടാമത്, കർത്താവ് ക്രൂശിൽ പറയുന്ന ഈ അഞ്ചാമത്തെ മൊഴി നൽകുന്ന രണ്ടാമത്തെ ചിന്ത, ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ ദാഹം ആകണമെന്നില്ല. ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ ദാഹം ആകണമെന്നില്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന നാൾ മുതൽ ക്രൂശ് വരെയുള്ള ജീവിതയാത്ര നാം പരിശോധിക്കുമ്പോൾ കർത്താവിന് വിശന്നതായി, ദാഹിച്ചതായി, വെള്ളവും ആഹാരവും ആവശ്യപ്പെട്ടതായി വേദപുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഭാഗങ്ങൾ വളരെ ചുരുക്കമാണ്. 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം കർത്താവിന് വിശന്നു, ദാഹിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. അവിടെ പിശാച് യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്ന് കല്ലുകളെ അപ്പമാക്കി വിശപ്പകറ്റാൻ പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു എന്നാണ്, ദൈവത്തിന്റെ വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കുന്നു എന്നാണ്. കർത്താവ് ഒന്നാമത് തൻ്റെ ശരീരത്തിൽ ദാഹവും വിശപ്പും കടന്നു വരുമ്പോൾ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, പുറമെയുള്ള ഭക്ഷണവും പുറമെയുള്ള ഈ ഭൂമിയിലെ വെള്ളവും കുടിച്ച് തീരേണ്ടുന്നതല്ല എൻ്റെ വിശപ്പും ദാഹവും. എൻ്റെ വിശപ്പും ദാഹവും ആത്മീകമായ വിശപ്പാണ്, ആത്മീകമായ ദാഹമാണ്. അത് അകറ്റുവാൻ വചനത്തിന് കഴിയും എന്നാണ്. വീണ്ടും കർത്താവ് ദാഹിച്ചതായോ വെള്ളം ആവശ്യപ്പെട്ടതായോ കാണുന്നത് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. ശമരിയ പട്ടണത്തിൽ സുഖാർ എന്ന് പറയുന്ന ദേശത്ത് യാക്കോബിൻ്റേത് എന്നറിയപ്പെടുന്ന ഒരു പഴയ കിണറിന്റെ അരികിൽ കർത്താവ് ആയിരിക്കുമ്പോൾ നട്ടുച്ച നേരത്ത് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. കർത്താവ് അവളോട് എനിക്ക് കുടിപ്പാൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് കുടിപ്പാൻ കുറച്ച് വെള്ളം തരുമോ? കർത്താവ് അവിടെ ശാരീരികമായി ദാഹം അനുഭവിച്ചോ എന്നത് വ്യക്തമല്ല. പക്ഷേ ആ സന്ദർഭം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ക്രിസ്തു ആ സ്ത്രീയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല. പകരം അവളുടെ ആത്മീകമായ ദാഹത്തെ കർത്താവ് ശമിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും ഭൗതികമായ വെള്ളം കുടിക്കുവാൻ, അല്ലെങ്കിൽ വീണ്ടും ദാഹിക്കുന്ന വെള്ളത്തെക്കാൾ അപ്പുറമായി
അവൾക്ക് കർത്താവ് ആത്മീകമായ ജീവജലം പകർന്നു നൽകിക്കൊണ്ട് അവളോട് പറയുകയാണ്, ഈ ഭൂമിയിലെ കിണറുകൾക്ക്, ഈ ഭൂമിയിലെ ഉറവിടങ്ങൾക്ക്, ഈ ഭൂമിയിലെ ജലസംഭരണികൾക്ക് നിന്റെ ദാഹത്തെ താൽക്കാലികമായി ശമിപ്പിക്കുവാനേ കഴിയൂ. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ പൂർണ്ണമായി അവന്റെ ദാഹം ശമിക്കുന്നു എന്നതാണ്. ജീവന്റെ ജലം നൽകുവാനായി തനിക്ക് ദാഹിക്കുന്നു എന്ന ചോദ്യവുമായി, ആവശ്യവുമായി ശമര്യാസ്ത്രീയുടെ അരികിലേക്ക് കടന്നു പോകുന്ന കർത്താവ് കാൽവരി ക്രൂശിലും കർത്താവിന് ദാഹിക്കുകയാണ്. കർത്താവിന്റെ ദാഹം ഭൗതികമായ, ശാരീരികമായ ദാഹം അല്ല, അത് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയുള്ള ദാഹമാണ്. ആത്മാക്കളെ നേടുവാൻ വേണ്ടിയുള്ള ദാഹമാണ്. കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ അവസാനിക്കുന്ന നിമിഷവും കർത്താവ് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ദാഹിക്കുകയാണ്, എനിക്ക് ദാഹിക്കുകയാണ്. ഈ കാൽവരി ക്രൂശിൽ വെച്ച് അവസാനിക്കുന്ന ഒരു ദാഹമല്ല, ഓരോ നിമിഷവും ഓരോ കാലഘട്ടങ്ങളിലും എന്റെ ദാഹം ശമിപ്പിക്കുവാനായി അനേകം പേര് നിങ്ങൾ എന്റെ അരികിലേക്ക് കൊണ്ടുവരണം എന്നാണ്. ദാഹിക്കുന്നവരെല്ലാം എന്റെ അരികിലേക്ക് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ ഉറവകൾ ഒഴുകുമെന്ന് പ്രഖ്യാപിക്കുന്ന കർത്താവ് ശാരീരികമായ ദാഹമല്ല, പകരം ആത്മീകമായ തന്റെ ദാഹമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഒന്നാമത്, ക്രിസ്തുവിന്റെ 5-ാമത്തെ മൊഴി നമുക്ക് നൽകുന്ന ചിന്ത, അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാകുവാനായി യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നതാണ്. 2, തന്റെ ഭൗതികമായ ദാഹമല്ല, തന്റെ ആത്മീകമായ ദാഹമാണ് കർത്താവ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. 3-മതായി, ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ പേറുന്ന പാപത്തിന്റെ കഠിനമായ ചൂടിൽ നിന്നും താൻ അനുഭവിക്കുന്ന ദാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ പേറുന്ന പാപച്ചൂടിനാലുള്ള ദാഹമാണ്. താൻ പേറുന്ന, താൻ വഹിക്കുന്ന പാപച്ചൂടിനാലുള്ള ദാഹമാണ്. എന്താണ് ഇത് അർത്ഥമാകുന്നത്? കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ട്, ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ധനവാൻ സുഖത്തോടെ ജീവിച്ചവനാണ്, ലാസർ ധനവാന്റെ പടിക്കൽ കിടന്നവനാണ്. ലാസർ മരിച്ചു, ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ലാസർ അബ്രഹാമിന്റെ മടുത്തിട്ട് എന്ന വിശ്രമ സ്ഥലത്തായിരിക്കുമ്പോൾ തന്റെ പാപത്താൽ തീയിലും ഗന്ധകത്തിലും അകപ്പെട്ടു പോയ, നരകച്ചൂടിൽ അകപ്പെട്ടു പോയ ധനവാൻ അബ്രഹാം പിതാവിനോട് യാചിക്കുന്നുണ്ട്, അബ്രഹാം പിതാവെ, ലാസറിനെ ഇവിടേക്ക് ഒന്ന് അയക്കണം. അവന്റെ വിരലിന്റെ തുമ്പിൽ ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി ജലം എന്റെ നാവിനെ തണുപ്പിക്കുവാനായി എന്റെ അരികിലേക്ക് അയക്കണമേ. താൻ ചെയ്ത പാപം, ആ പാപത്താലുള്ള ചൂട് പോലും വഹിക്കുവാൻ കഴിയാതെ, സഹിക്കുവാൻ കഴിയാതെ വറ്റി വരണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന, യാചിക്കുന്ന ധനവാൻ കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപഭാരം കർത്താവ് ഏൽക്കുകയും ആ പാപഭാരത്തിന്റെ ചൂട്, ആ പാപഭാരത്താൽ ഉണ്ടാകുന്ന ചൂട് കർത്താവ് കാൽവരിയിൽ വഹിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. 3-മതായി, ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ക്രിസ്തുവിന്റെ ദാഹം താൻ പേറുന്ന പാപച്ചൂടിനാലുള്ള ദാഹം എന്നാണ്. ഏറ്റവും അവസാനമായി, എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്? കർത്താവ് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് അവർ പുളിച്ച വീഞ്ഞ് നൽകി എന്നാണ്. കർത്താവ് ആ പുളിച്ച വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനെ ഗോൽഗോഥ മലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവനെ ക്രൂശിൽ തറയ്ക്കുന്നതിന് മുമ്പായി അവന് വീഞ്ഞ് കൊടുക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും അത് വളരെ വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. മത്തായി സുവിശേഷകൻ പറയുന്നത് കയ്പ് കലർന്ന വീഞ്ഞ് കർത്താവിന് കൊടുത്തു എന്നാണ്. മത്തായി 27:34 ഇത് കാണുവാനായിട്ട് കഴിയും. മർക്കോസ് 15:23 പറഞ്ഞിരിക്കുന്നത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് നൽകി എന്നാണ്. കയ്പ് കലർത്തിയ, കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കർത്താവിന് നൽകി. സാധാരണ ക്രൂശിക്കുവാനായി ഓരോ വ്യക്തികളെയും കൊണ്ടുപോകുമ്പോൾ ക്രൂശിക്കുന്നതിന് മുമ്പ് അവർക്ക് കയ്പ് കലർത്തിയ അല്ലെങ്കിൽ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് നൽകാറുണ്ട്. അതൊരു തരം പെയിൻ കില്ലറാണ്, വേദനാ സംഹാരിയാണ്. നാം ഒരു സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുക്കുന്നതിന് തുല്യമായി അവരുടെ ബോധം കെടുവാനായിട്ട് അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന കഠിനമായ വേദന അതിന്റെ ആഴം അത്രത്തോളം അനുഭവിക്കാതിരിക്കുവാനായി സാധാരണ നൽകുന്നതാണ് ഈ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്. അത് അവരെ ചെറിയൊരു മയക്കത്തിലേക്ക് നയിക്കും. പക്ഷെ കർത്താവ് അവിടെ ഈ വീഞ്ഞ് കുടിക്കുന്നില്ല. കാരണം കാൽവരി ക്രൂശിൽ അനുഭവിക്കേണ്ടുന്ന എല്ലാ വേദനകളും അനുഭവിക്കണം എന്ന ബോധ്യത്തോടെ കർത്താവ് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിക്കുന്നില്ല. എന്നാൽ 5-ാമത്തെ മൊഴിയായി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 36-ാമത്തെ വാക്യം വീണ്ടും പറയുന്നുണ്ട്, കർത്താവിന് അവർ വീഞ്ഞ് കൊടുത്തു. യോഹന്നാൻ പറയുന്നു കർത്താവ് ആ വീഞ്ഞ് കുടിച്ചു എന്നാണ്.
പഴയ നിയമങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ സംഖ്യാപുസ്തകം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഹോമയാഗത്തിനായിട്ട് ആടുകളെ അർപ്പിക്കുമ്പോൾ ഹോമയാഗത്തിന്റെ ആടിനോട് ഒപ്പം വീഞ്ഞ് കൂടി പാനീയ യാഗമായിട്ട് ഒഴിക്കാറുണ്ട്. യാഗമായി ആടിനെ എപ്പോഴൊക്കെയാണോ സമർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ ഹോമയാഗത്തിനായി ആടുകളെ സമർപ്പിക്കുമ്പോൾ അതിനു മുമ്പായി പാനീയ യാഗമായി വീഞ്ഞ് കൂടി യാഗപീഠത്തിന്മേൽ ഒഴിക്കാറുണ്ട്. ഇവിടെ കർത്താവ് കാൽവരി ക്രൂശിൽ തന്റെ ശരീരത്തെ ഹോമയാഗമായി അർപ്പിക്കുന്നതിന് മുമ്പായി പാനീയ യാഗമായ വീഞ്ഞ്, പുളിച്ച വീഞ്ഞ് കർത്താവ് കുടിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ പാപപരിഹാര ബലിയുടെ എല്ലാ പൂർത്തീകരണവും തന്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുകയാണ്. കർത്താവ് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. പുളിച്ച വീഞ്ഞ് കുടിച്ചതിലൂടെ പഴയ നിയമത്തിലെ ഹോമയാഗങ്ങളുടെ പൂർത്തീകരണം കർത്താവ് കാൽവരിയിൽ പൂർത്തീകരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, കർത്താവ് കാൽവരിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞതായ 5-ാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു. ഈ മൊഴി നൽകുന്ന ചിന്തകൾ വ്യത്യസ്തമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ സഭയോട് കർത്താവ് നൽകുന്ന ഒരു വലിയ ബോധ്യം ഇതാണ്: എനിക്ക് ദാഹിക്കുന്നു. ഇന്നും എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ഇന്നും എനിക്കുണ്ട്. സുവിശേഷം ഇനിയും എത്തിയിട്ടില്ലാത്ത ഇടങ്ങളുണ്ട്. രക്ഷജനം തിരിച്ചറിയാത്ത ഇടങ്ങളുണ്ട്. കുഞ്ഞാട്ടിന്റെ രക്തത്താലുള്ള വിടുതലിന്റെ സന്തോഷം അനുഭവിക്കാത്ത ഒരു വലിയ ജനതയുണ്ട്. ആ ജനതയെല്ലാം രക്ഷയുടെ സന്തോഷം തിരിച്ചറിഞ്ഞ് എന്റെ അരികിലേക്ക് വന്ന് ജീവജലം കുടിക്കുന്നവരെ ഞാൻ ദാഹിക്കുകയാണ്. കർത്താവിന്റെ ദാഹം ശമിപ്പിക്കുവാൻ, കർത്താവിന്റെ അരികിലേക്ക്, ക്രിസ്തുവിന്റെ അരികിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കൂട്ടിവരുത്തുവാൻ നമുക്ക് കഴിയുന്നിടത്തോളം കർത്താവിന്റെ ദാഹം ശമിക്കപ്പെടുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ ദാഹം ശമിപ്പിക്കുവാൻ ഈ നാളുകളിൽ ദൈവ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ 5-ാം മൊഴിയുടെ മധ്യേ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.